ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദ സ്റ്റോറി ഓഫ് ഡാറ്റ 13 എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, എന്താണ് സ്റ്റോറി എന്നുള്ളതും ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നമ്മളൊരു വീഡിയോയിലൂടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. Imagine a time when cameras were rare and even professional photographers were few. നിങ്ങളിന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ക്യാമറാസ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ വളരെ കുറച്ചും വളരെ റെയർ ആയിട്ടുള്ള ഒരു കാലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് ക്യാമറാസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ക്യാമറാസ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്യൂ. ഇൻ സച്ച് ആൻ എറ എ യങ് women broke barriers to become India's first female photojournalist. അപ്പോൾ ഈ ഒരു സമയത്താണ് ഈ ഒരു ബാരിയേഴ്സിനെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യങ് വിമൺ അതിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു ഫീൽഡിലേക്ക് അല്ലേ, ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഫീമെയിൽ കടന്നു വരികയാണ്. ലെറ്റ് us റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ദാറ്റ് വിമൺ. അപ്പോൾ നമുക്ക് ആ ഒരു വിമൻ്റെ ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറീസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ആ സ്റ്റോറിയാണ് നമ്മുടെ ദ സ്റ്റോറി ഓഫ് ഡാൽഡ 13 എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. It was a time when even professional men news photographers were rare to find. എന്താണ് അന്നെന്ന് പറയുന്നത്, പ്രൊഫഷണൽ ആയിട്ടുള്ള പുരുഷന്മാർ ഫോട്ടോഗ്രാഫേഴ്സ് പോലും വളരെ റെയർ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഫോട്ടോ ജേർണലിസം വാസ് ഇൻ ഇറ്റ്സ് ഇൻഫൻസി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫൻസി, അതിൻ്റെ ആ ഒരു ശൈശവ കാലഘട്ടത്തിലായിരുന്നു, അഥവാ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഹൊമായ് Vairavalla, who became a legend in Indian photojournalism, was born at a Navsari in Gujarat in 1913. അപ്പോൾ 1913 ഗുജറാത്തിലെ നവസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ലെജൻഡായിട്ടുള്ള ഫോട്ടോ ജേർണലിസത്തിൻ്റെ ലെജൻഡായിട്ടുള്ള ഹൊമായ് വൈരവല്ല എന്ന് പറയുന്ന ഇവർ ജനിച്ചിട്ടുള്ളത്. ഹെർ ഫാദർ വാസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ദ ഫാമിലി മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഫോർ പെർഫോമൻസ്. അപ്പോൾ ഇവരുടെ ഫാദർ എന്ന് പറയുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു, അഥവാ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകേണ്ടതൊക്കെ ആയിട്ട് മൂവ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദീസ് ട്രാവൽസ് വേർ പ്രോബബ്ലി ദ ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഫോർ ദ ഫോട്ടോഗ്രാഫർ ഇൻ ഹെർ. അപ്പോൾ ഈ ഒരു യാത്രകളായിരുന്നു ഇവരെ ഒരു ഫോട്ടോഗ്രാഫർ ആക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹെർ ഫാമിലി ലേറ്റർ മൂവ്ഡ് ടു മുംബൈ വിച്ച് വാസ് ദെൻ നോൺ ആസ് ബോംബെ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവസാനം മുംബൈയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുംബൈയെ ബോംബെ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ്, വൈരവെല്ലാസ് ഫസ്റ്റ് അസൈൻമെൻറ്റ് ആസ് എ ഫോട്ടോഗ്രാഫർ വാസ് ടു ടേക്ക് സ്നാപ്സ് അറ്റ് എ പിക്നിക് വെൻ ഷി വാസ് സ്റ്റിൽ ഇൻ കോളേജ്. അപ്പോൾ അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പിക്നിക്കിന് പോയിട്ടുള്ള ആ ഒരു പിക്നിക്കിൻ്റെ കുറച്ച് സ്നാപ്സ് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ്, ഫോട്ടോ എടുക്കുക, അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനെ അസൈൻ ചെയ്തതായിരുന്നു വൈരവെല്ലയുടെ ആദ്യത്തെ ഇതിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. Her early photographs appeared in the Illustrated Weekly of India, which went on to become one of the most popular magazines in the country. അപ്പോൾ പിന്നീട് ആദ്യ കാലഘട്ടത്തിലൊക്കെ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടിരുന്നത് എവിടെയായിരുന്നു? ദ ഇലസ്ട്രേറ്റ് വീക്ക്ലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിനിലായിരുന്നു. ഇത് കൺട്രിയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസിൻ കൂടെയായിരുന്നു. Because she was unknown and a woman, her early photographs were published in her husband's name. അപ്പോൾ ഇവരാർക്കും അറിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരാർക്കും അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. In 1942, she moved to Delhi with her husband to join the British Information Services as its photographer. അപ്പോൾ 1942 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ഡൽഹിയിലേക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ ബ്രിട്ടീഷ് ഇൻഫർമേഷൻ സർവീസസിൽ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഇവർ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് മൂവ് ചെയ്തു, ഡൽഹിയിലേക്ക് മൂവ് ചെയ്തു. A woman roaming on a bicycle with a camera hanging on her shoulders was a sight people in Delhi had never seen before. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ സൈക്കിളിലാണ് ഇവർ പോവുക, എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഷോൾഡറിൽ ഒരു ക്യാമറ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡൽഹിയിലെ ആളുകൾക്ക് ഇത് ആദ്യത്തെ ഒരു കാഴ്ചയായിരുന്നു. അവർ ഇതിൻ്റെ മുന്നേ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
ഇൻ ആൻ ഇൻ്റർവ്യൂ ഷീ സേഡ്സ്, ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയുണ്ടായി, അറ്റ് ഫസ്റ്റ് ദേ തോട്ട് ഐ വാസ് ജസ്റ്റ് ഫൂളിംഗ് അറൗണ്ട് വിത്ത് ദ ക്യാമറ ഷോയിങ് ഓഫ് ഓർ സംതിങ്, ദേ ഡിഡ് നോട്ട് ടേക്ക് മീ സീരിയസ്ലി. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചിരുന്നത് ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഷോ ഓഫ് കളിക്കുന്നത്, ഒരു ഫൂളായിട്ട് ഇങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് പോവുകയാണ്, അല്ലാതെ ഇത് പ്രത്യേകിച്ച് കാര്യമുള്ളതൊന്നുമല്ല. അപ്പോൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബീങ് എ വിമൺ അലൗഡ് ഹെർ ടു ഫോട്ടോഗ്രാഫ് സെൻസിറ്റീവ് ഏരിയാസ്, അതുകൊണ്ട് തന്നെ എല്ലാ സെൻസിറ്റീവ് ഏരിയാസിലും പോയിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള ഒരു പെർമിഷൻ, ഒരു അലോക്കേഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു. നോബഡി വുഡ് ടേക്ക് ഹെർ ഫോർ എ ന്യൂസ് ഫോട്ടോഗ്രാഫർ, കാരണം ആരും ഇവരുടെ ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫർ ആണ് എന്നുള്ള രീതിയിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ക്യാമറാമാൻസും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ, പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവരൊരു ഫോട്ടോഗ്രാഫർ ആയിട്ടേ ആരും പരിഗണിച്ചിരുന്നില്ല. When Vairavella bought a car in Delhi, it got the registration number DLD13. അങ്ങനെ വൈരവൽ എന്ത് ചെയ്തു, ഡൽഹിയിൽ ഒരു കാറ് വാങ്ങിക്കുകയാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഈ DLD13 എന്ന് പറയുന്നത്. Soon she began to be called Dalda 13, which became her presidium. എന്താണ് അപ്പോൾ ഈ ഡാൽഡ 13 എന്ന് പറയുന്നത് പിന്നീട് അവർ അങ്ങനെ ആക്കി വിളിക്കുകയാണ് ചെയ്യുന്നത്, അത് അവരുടെ തൂലികാനാമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മെനി ഓഫ് ഹർ ഫോട്ടോഗ്രാഫ്സ് വെർ പബ്ലിഷ്ഡ് അണ്ടർ ദ നെയിം ഡാൽഡ 13. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഈ ഒരു ഡാൽഡ 13 എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നല്ലോ, ഇതാണ് അവരുടെ കാറ് കേട്ടോ. Then Vairavella has hundreds of striking news photographs to her credit. അപ്പോൾ വൈരവെല്ല ഒരുപാട് സ്ട്രൈക്കിംഗ് ന്യൂസിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്, നൂറുകണക്കിന് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. ഹെർ ലെൻസ് ക്യാപ്ചേർഡ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ആൻഡ് സെവറൽ അതർ പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ. അപ്പോൾ അവരുടെ ആ ഒരു ക്യാമറയുടെ ലെൻസിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പൊളിറ്റിക്സിലും കൾച്ചറിലും ഒക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസിനൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. She also recalled interacting with the taking photographs of foreign dignitaries like Hon Chi Moon and Marshal George സുഗോ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഫോറിൻ ഡിഗ്നിറ്ററീസ് ആണ്, ഇവരുടെ ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഇവരുടെ ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു വൈരവെല്ലക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻ പ്രസ് കോൺഫറൻസസ് ഷീ വാസ് ഓഫൺ ദ ഓൺലി വുമൺ ഫോട്ടോഗ്രാഫർ. അപ്പോൾ പ്രസ് കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ ഇവർ മാത്രമാണ് അവിടെ ഒരു വിമൺ ഫോട്ടോഗ്രാഫർ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. ബട്ട് ഷീ ബിക്കെയിം ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ന്യൂസ് ഫോട്ടോഗ്രാഫർ ഇൻ ദ കൺട്രി. പക്ഷേ ഈ കൺട്രിയിലെ തന്നെ മോസ്റ്റ് ഒരു സെലിബ്രേറ്റഡ് ഫോട്ടോഗ്രാഫർ തന്നെയായിരുന്നു ഇവർ. After her husband's death in 1917, she റിട്ടയർഡ് ഫ്രം ഫോട്ടോ ജേർണലിസം. അപ്പോൾ 1970 അവരുടെ ഹസ്ബൻഡ് മരിച്ചതോട് കൂടിയിട്ട് അവർ ഒരു ഫോട്ടോ ജേർണലിസത്തിൽ നിന്നും റിട്ടയർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഷി ഹാഡ് സ്റ്റെക്ക് ടു ദ എത്തിക്സ് ഓഫ് ദ മീഡിയ ത്രൂ ഔട്ട് ഹെർ കരിയർ. അപ്പോൾ ഓരോ എത്തിക്സ് ഉണ്ടായിരിക്കും അല്ലേ മീഡിയാസിനൊക്കെ. ഇപ്പോൾ ഏത് ജോബായിക്കോട്ടെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള എത്തിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എത്തിക്സ്, മീഡിയയുടെ എത്തിക്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആ ഒരു കരിയറിൽ ഫോളോ ചെയ്തിട്ട് ആളും കൂടെയാണ് ഇവർ. She did not like the way many photographers of the young generation disturbed people's privacy for publicity and fame. അപ്പോൾ ഇപ്പം എന്താണ്, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ്, യങ് ജനറേഷനിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ആളുടെ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ പ്രൈവസിയോ ഒന്നും നോക്കാതെ അവർക്ക് പബ്ലിസിറ്റി വേണം അല്ലെങ്കിൽ അവർക്ക് ഫെയിം വേണം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഹൊമായി വൈരവെല്ല അച്ചീവ്ഡ് എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ഷൻസ് ആസ് എ ന്യൂസ് ഫോട്ടോഗ്രാഫർ. ഈ ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻ 1998 ഷി വാസ് ഹോണർഡ് വിത്ത് ദ ചമേലി ദേവി ജെയിൻ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് വുമൺ മീഡിയ പേഴ്സൺ. അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് വിമൺ മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ ചമേലി ദേവി ജെയിൻ അവാർഡ് അവർക്ക് 1998 കിട്ടിയിട്ടുണ്ട്. In 2010, the Information and Broadcasting Ministry honored her with the Lifetime Achievement Award. 2010 ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും അവർക്ക് കൊടുത്തിട്ടുണ്ട്. In 2011, she was awarded പത്മവിഭൂഷൺ, ഇന്ത്യസ് സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള പത്മവിഭൂഷണും 2011 അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൊമായി വൈരവെല്ല passed away in 2012. She continues to be a role model for women media persons in India. അപ്പോൾ 2012 അവർ മരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ എല്ലാ മീഡിയ പേഴ്സൺസിനും വിമൺ മീഡിയ പേഴ്സൺസിനും അവരൊരു റോൾ മോഡൽ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ പാഠഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്,
വൈ ഡിഡ് വൈരവല്ലാസ് ഫാമിലി മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്നുള്ള ഇതാണ് അല്ലേ. എന്തിനാണ് വൈരവല്ലയുടെ ഫാമിലി ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്തത്? എന്തിനായിരുന്നു? ഹെർ ഫാദർ വാസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ദ ഫാമിലി മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഫോർ പെർഫോമൻസ്. അപ്പോൾ അവരുടെ ഫാദർ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് വൈരവല്ലാസ് ഫസ്റ്റ് അസൈൻമെന്റ് ആസ് എ ഫോട്ടോഗ്രാഫർ? ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു വൈരവല്ലയുടെ ആദ്യത്തെ അസൈൻമെന്റ്? വൈരവല്ലാസ് ഫസ്റ്റ് അസൈൻമെന്റ് ആസ് എ ഫോട്ടോഗ്രാഫർ വാസ് ടു ടേക്ക് സ്നാപ്സ് അറ്റ് എ പിക്നിക് വെൻ ഷി വാസ് സ്റ്റിൽ ഇൻ കോളേജ്. അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്തിൽ പിക്നിക്കിന് പോയപ്പോൾ സ്നാപ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ആദ്യത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ വേർ വൈരവല്ലാസ് ഏർലി ഫോട്ടോഗ്രാഫ്സ് പബ്ലിഷ്ഡ് ഇൻ ഹെർ ഹസ്ബൻഡ്സ് നെയിം? എന്തുകൊണ്ടായിരുന്നു വൈരവല്ലയുടെ ആദ്യത്തെ പിക്സൊക്കെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഹസ്ബൻഡിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്തത്? ബിക്കോസ് ഷീ വാസ് അൺനോൺ ആൻഡ് എ വിമൻ. അവരെന്താണ്, അറിയപ്പെടാത്ത ഒരു സ്ത്രീ ആയിരുന്നു. ഹെർ ഏർലി ഫോട്ടോഗ്രാഫ്സ് വേർ പബ്ലിഷ്ഡ് ഇൻ ഹെർ ഹസ്ബൻഡ്സ് നെയിം. അതുകൊണ്ടാണ് അവർ ഹസ്ബൻഡിൻ്റെ പേരിൽ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പീപ്പിൾ ഇൻ ഡൽഹി ടേക്ക് ഹെർ സീരിയസ്ലി? എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിലെ ആളുകൾ അവളെ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത്? ദേ തോട്ട് ഷീ വാസ് ജസ്റ്റ് ഫൂളിംഗ് അറൗണ്ട് വിത്ത് ദ ക്യാമറ ഷോയിങ് ഓഫ് ഓർ സംതിങ്, സോ ദേ ഡിഡ് നോട്ട് ടേക്ക് ഹെർ സീരിയസ്ലി. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചിരുന്നത് ഇവളീ ക്യാമറയും കൊണ്ട് വെറുതെ ഇങ്ങനെ ഫൂളാക്കാൻ വേണ്ടി നടക്കുകയാണ്, ഷോ ഓഫ് കാണിക്കാൻ എന്തോതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് വൈരവല്ല ഗെറ്റ് ദ പെസ്റ്റുഡിയം ഡാൽഡ 13? എങ്ങനെയാണ് ഡാൽഡ 13 എന്നുള്ള തൂലികാനാമം അവർക്ക് കിട്ടിയത്? വൻ വൈരവല്ല ബോട്ട് എ കാർ ഇൻ ഡൽഹി, ഇറ്റ് ഗോട്ട് ദ രജിസ്ട്രേഷൻ നമ്പർ DLD 13. സൂൺ ഷീ ബിഗൻ ടു ഗോൾഡ് ഡാൽഡ 13 വിച്ച് ബിഗൻ ഹെർ പെസ്റ്റുഡിയം. എന്താണ് വൈരവല്ല ഡൽഹിയിൽ പോയിട്ട് ഒരു കാർ എടുത്തു, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു DLD 13 എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് അവർ DLD 13 എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വൈ വാസ് ഹെർ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് യങ് ജനറേഷൻ ഫോട്ടോഗ്രാഫേഴ്സ്? എന്താണ് യങ് ജനറേഷൻ ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചിട്ട് ഇവർക്കുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്? ഷീ ഡിഡ് നോട്ട് ലൈക്ക് ദ മെനി ഫോട്ടോഗ്രാഫേഴ്സ് ഓഫ് ദ യങ്ങർ ജനറേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് പീപ്പിൾസ് പ്രൈവസി ഫോർ പബ്ലിസിറ്റി ആൻഡ് ഫെയിം. കാരണം എന്താണ്, ഇന്ന് യങ് ജനറേഷനിലെ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവസിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അവർക്ക് പബ്ലിസിറ്റി കിട്ടാനും അവർക്ക് ഫെയിം കിട്ടാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിലെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, മായ എ ജേർണലിസ്റ്റ് കളക്റ്റഡ് എ ഫ്യൂ ഡീറ്റെയിൽസ് അബൌട്ട് ഹൊമായ് വൈരവല്ല. മായ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഈ ഹൊമായ് വൈരവല്ലയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. പ്രിപ്പയർ എ റൈറ്റർ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ. താഴെ കൊടുത്തിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫാമിലി, ഫസ്റ്റ് അസൈൻമെൻറ്റ്, സർവീസ് ഇൻ ഡൽഹി, പെസ്റ്റുഡിയം ഡാൽഡ 13, സ്ട്രൈക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഹൊമായ് വൈരവല്ല വാസ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു അവർ. ഷീ വാസ് ബോൺ ഇൻ നവരാശ്രീ, ഗുജറാത്ത് ഇൻ 1913. നമ്മൾ പറഞ്ഞതാണ്. ഹെർ ഫാദർ വാസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ദ ഫാമിലി ഓഫൻ മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. Her first assignment was taking pictures at a picnic when she was in college. Some of her early photos were printed in the Illustrated Weekly of India, though at the first they appeared under her husband's name. In 1942, she moved to Delhi with her husband and worked as a photographer for the British Information Services. Later, when she bought a car, its number was DLD 13. From then on, she was fondly called Dada 13 and many photographs published under this name. Her camera captured Mahatma Gandhi, Jawaharlal Nehru and many other famous leaders. She got many famous awards as well. അവർക്ക് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അവാർഡിൻ്റെ പേരും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. കുറച്ച് സ്പേസേ ഉള്ളൂ, അതുകൊണ്ടാണ്. ആക്ടിവിറ്റി നമ്പർ 2 നോക്കൂ. ലുക്ക് അറ്റ് ദ ഫോട്ടോ ഓഫ് കിരൺ ആൻഡ് ഹിസ് കാറ്റ്. റീഡ് ദ ക്യാപ്ഷൻ ആൻഡ് ലുക്ക് ദ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ കിരണും കാറ്റും തമ്മിലുള്ള ഒരു പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ പിക്ചറിന് കുറച്ച് ക്യാപ്ഷൻസും കൂടെ ഡിസ്ക്രിപ്ഷൻ പോലെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എ ക്വയറ്റ് മൂമെൻറ്റ് വിത്ത് മൈ കാറ്റ്. എൻ്റെ കാറ്റുമായിട്ടുള്ള ഒരു ക്വയറ്റ് മൂമെൻറ്റ്.
ഐ പുട്ട് കിച്ചൂസ് ഫേവറേറ്റ് ഫുഡ് ഇൻ ദ ബൗൾ ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ബിഫോർ ഹെർ. ഞാൻ എൻ്റെ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഒരു ബൗളിൽ അവൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചു. ദെൻ കിച്ചു ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് മോഡ്. അങ്ങനെ കിച്ചു അതിനെ എന്നെ നോക്കിയിട്ട് ഒന്ന് മ്യാവ് എന്ന് പറഞ്ഞു. ഐ സ്മൈൽഡ് ആസ് ഷി സ്റ്റാർട്ടഡ് ഈറ്റിംഗ്. അവൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചു. ഷി ലുക്ക്ഡ് ഹാപ്പി ആൻഡ് ഐ ഫെൽറ്റ് ഹാപ്പി ടു. ഞാൻ അവളെ സന്തോഷത്തോടു കൂടി നോക്കി, അവളും നല്ല ഹാപ്പിയായി. ടേക്കിംഗ് കെയർ ഓഫ് ഹെർ മെയ്ഡ് മീ ഫീൽ ഗുഡ്. അവളെ നന്നായിട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഫീലിംഗ് ഗുഡ് തരുന്നതാണെന്നാണ് പറയുന്നത്. Now let us go on a fun photo adventure at home like Homai Vairabella who took beautiful pictures of everyday life. അപ്പോൾ എന്ത് ചെയ്യുക, ഹുമായി വൈരവല്ല എല്ലാ ദിവസത്തെ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സൊക്കെ അവർ എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു അഡ്വഞ്ചർ പിക്ചർ നിങ്ങൾ എടുക്കുക. അറേഞ്ച് യുവർ പിക്ചേഴ്സ് ഇൻ ടു ആൻ ആൽബം. എന്നിട്ട് ഒരു ആൽബം പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ദെൻ പിക്ക് എ മെമ്മറബിൾ ഫോട്ടോ ഫ്രം ദ ആൽബം ആൻഡ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് ആ ഒരു ആൽബത്തിൽ നിന്നും നിങ്ങൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ. ആ സീനിനെ കുറിച്ച് നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? വൈ ഈസ് ദിസ് മൊമെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മൊമെൻറ്റ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്? ഹൗ ഡിഡ് ദിസ് മൊമെൻറ്റ് മേക്ക് യു ഫീൽ. ഈ മൊമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ താഴെ നമുക്ക് അതിന് സ്പേസ് തന്നിട്ടുണ്ട്. എ സ്നാപ്ഷോട്ട് ഓഫ് മൈ ലൈഫ് മൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേയിലെ എന്തെങ്കിലും ഒരു സ്നാപ്ഷോട്ട് നിങ്ങൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഗ്രാൻഡ്മയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിക്ചർ ആണെന്ന് വിചാരിക്കുക. അതിന് വേണ്ട ഒരു ഡിസ്ക്രിപ്ഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിക്കാം. ഇൻ ദിസ് ഫോട്ടോ ഐ എം സിറ്റിംഗ് അറ്റ് ദ ഡൈനിങ് ടേബിൾ വിത്ത് മൈ ഗ്രാൻഡ്മ. ഈ ഫോട്ടോയിൽ ഞാൻ ഡൈനിങ് ടേബിളിൽ എൻ്റെ ഗ്രാൻഡ്മയോടൊത്ത് ഇരിക്കുകയാണ്. ഷീ ഈസ് സെർവിങ് മീ ഹോട്ട് ഇഡ്ലീസ്. അവരെനിക്ക് ഹോട്ട് ഇഡ്ലീസ്, ചൂടുള്ള ഇഡ്ലി തരികയാണ്. ആൻഡ് വി ആർ ബോത്ത് സ്മൈലിംഗ്. ഞങ്ങൾ രണ്ടുപേരും ചിരിക്കുകയാണ്. ദ മോർണിംഗ് സൺലൈറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വിൻഡോ. അപ്പോൾ മോർണിംഗ് സൺലൈറ്റ് വിൻഡോയിലൂടെ വരുന്നുണ്ട്. മേക്കിംഗ് ദ റൂം ബ്രൈറ്റ് ആൻഡ് ചിയർഫുൾ. അപ്പോൾ ഈ റൂം വളരെ ബ്രൈറ്റും ചിയർഫുള്ളൊക്കെ ആയിട്ട് നമുക്ക് അതിലൂടെ തോന്നുന്നുണ്ട്. ദിസ് മൊമെൻറ്റ് ഈസ് സ്പെഷ്യൽ ബിക്കോസ് ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഗ്രാൻഡ്മ. ഈ മൊമെൻറ്റ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. കാരണം ഗ്രാൻഡ്മയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഷി ഓൾവേസ് ടെൽ മീ സ്റ്റോറീസ് വൈ സെർവിങ് ഫുഡ്. എപ്പോഴും സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തരും. ഫുഡൊക്കെ തരുമ്പോൾ എനിക്ക് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തരും. ആൻഡ് ഇറ്റ് മേക്സ് ബ്രേക്ക്ഫാസ്റ്റ് ഫീൽ ലൈക്ക് എ ഹാപ്പി ഫാമിലി ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു ഹാപ്പി ഫാമിലി ടൈം ആയിട്ടാണ് തോന്നാറുള്ളത്. ഐ ഫെൽറ്റ് ലവ്ഡ്, സേഫ് ആൻഡ് ജോയ്ഫുൾ. എനിക്ക് എപ്പോഴും സ്നേഹവും അതുപോലെ സേഫും ജോയ്ഫുൾ ഒക്കെ തോന്നും. ഇറ്റ് റിമൈൻഡഡ് മീ ഹൗ ലക്കി ഐ ആം ടു ഹാവ് ഹെർ വിത്ത് മീ. ഇതെന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഞാൻ എത്ര ഭാഗ്യവാനാണ് ഈ ഒരു ഗ്രാൻഡ്മ ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്നാണ് പറയുന്നത്, എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിൾ മൊമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു പിക്ചറോട് കൂടിയിട്ട് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ഗ്ലോസറി ആയിട്ട് കുറേ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5th യൂണിറ്റ് ആണ്. ഹെർത്ത് ആൻഡ് ഹോം എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.